ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നത്തെയും പോലെ ഇതാ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടോ. രാവിലെ തന്നെ ഇതാ വെള്ളം വന്നിട്ടുണ്ട്. പഞ്ചായത്ത് വെള്ളമാണ് കേട്ടോ, ജപ്പാൻ വെള്ളമല്ല. ഒന്നരാടം ദിവസമായിട്ടോ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ അതാ എല്ലാതും അലക്കിയിടാം. കുറച്ചൊക്കെ അധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ അമ്മായി ഒന്നും പണിക്ക് പോകണില്ല. ചെറിയ അമ്മായി പണിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിലിൻ്റെ ചൂട് കാരണം താങ്ങാൻ പറ്റുന്നില്ല, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടന്മാരും ചീത്ത പറഞ്ഞു കേട്ടോ. ഈ വെയിലത്ത് ഇങ്ങനെ പോകണ്ടെന്നൊക്കെ എപ്പോഴും പറയും, പക്ഷെ പറഞ്ഞ് കേൾക്കില്ല. ജോലിക്ക് എന്നാലും പോവും. അപ്പോൾ വലിയമ്മായും വന്ന് വെള്ളം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ തിണ്ടൊക്കെ ഈ വെള്ളം കൊണ്ടുപോയിട്ട് അമ്മായി രാവിലെ ഒന്ന് തുടയ്ക്കും. അപ്പോൾ അങ്ങനെ അതാ വെള്ളമൊക്കെ പിടിച്ചു, അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒക്കെ പുതിയ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ മഴ കെട്ടിയിട്ടുണ്ട്, ഒക്കെ അതിൽ കൊണ്ടുവന്നിട്ടു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ആണ് പുതിയത് ഇന്ന് അലക്കിയ തുണികളൊക്കെ തോരയിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ ആരോ ഒരാൾ കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. പിന്നെ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, എന്താ ദാരിദ്ര്യം പറച്ചൽ തന്നെയാണ്, നിങ്ങൾക്ക് വേറെ വല്ല ജോലിക്കും പോക്കൂടെ എന്നൊക്കെ. ദാരിദ്ര്യം പറച്ചലാന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിഷമങ്ങൾ ഓരോന്നും മാറുന്നതും ഒക്കെ. അപ്പോൾ നമ്മളെ ടോർച്ചർ ചെയ്യല്ല നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കൂട്ടുകാരനോ ഞാൻ അവരോട് പറയാണ് കേട്ടോ. പിന്നെ അത്രയും ദാരിദ്ര്യത്തിലൊന്നുമല്ല ഞങ്ങൾ കഴിയണത്. ഞങ്ങൾ വെക്കണതും തിന്നണമൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. ഞങ്ങൾ കഴിക്കുന്നതായാലും വെക്കണതായാലൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു ചോറും ഒരു കൂട്ടാനും ഉപ്പേരിയും ഒന്നും അതില്ലാത്ത വീടില്ലല്ലോ പിന്നെ എന്തായാലും. പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവത്തായിട്ട് എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെറിയൊരു കുട്ടി, 8 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. എനിക്കിപ്പോൾ പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. പിന്നെ ഇപ്പോൾ എനിക്കും കുട്ടിക്കൊക്കെ കൊണ്ടുവന്ന് തരാനുള്ളൊരു വരുമാനമൊക്കെ ഇപ്പോൾ രാജേഷ് ഏട്ടൻ പോയിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇത്രയും ഞങ്ങൾ ഈ 5-6 ആൾക്കാർ ഞങ്ങൾ ഈ കുടുംബത്തിൽ കഴിയണതൊക്കെ ഇവർ ഈ ആൾക്കാർ പുറത്തു പോയിട്ടൊക്കെ തന്നെയല്ലേ. അപ്പം അത്ര ദാരിദ്ര്യത്തിൽ നിന്നല്ല ഞങ്ങൾ കഴിക്കണത് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ്. പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആരോടൊരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ നമുക്ക് ആരോടും ഇല്ല കേട്ടോ. കാരണം ദേഷ്യം കൊണ്ട് പറയുകയൊന്നുമല്ല. പക്ഷെ നമ്മളെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മളെ പറഞ്ഞ് തെറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് തിരുത്താം. അതിങ്ങനെയാണ് ചേച്ചി, ഇതിങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുക. പക്ഷെ നമുക്ക് ഒരാളെ എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയണം. അപ്പം ഇന്നത്തെ വിശേഷം പറയണത് കറി വെക്കുന്നത് ചീരക്കറി കേട്ടോ. ചീരക്കറി ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഏട്ടൻ നേരത്തെ ഓട്ടം പോയായിരുന്നു, രാവിലെ നേരത്തെ പോയി. അപ്പോൾ ഏട്ടൻ പോയിട്ട് വരുമ്പോൾ 2-3-5 തേങ്ങയും എല്ലാം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം കൊണ്ടുവന്ന ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചീരക്കറി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാമ്പാറും ഉണ്ടാക്കാം. ഏട്ടന് ചീരക്കറി വേണമെന്ന് പറഞ്ഞിട്ടോ, രാജേഷ് ഏട്ടന്. അപ്പോൾ ചീരക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ ഗ്യാസ് തന്നെ അടുപ്പത്ത് വെച്ചു. പിന്നെ ചീര കുറച്ചായിരുന്നു, ഒരു വലിയ കെട്ട് ചീര ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കറി വെക്കാൻ അധികമാവും. അപ്പം ഞാൻ ഗ്യാസിൽ തന്നെ ചീരക്കറി ഞാൻ ഗ്യാസിൽ വെച്ചു. പിന്നെ സാമ്പാർ പിന്നെ അടുപ്പിൽ അവിടെ പുറത്തും വെച്ചു കേട്ടോ. ചോറൊക്കെ അമ്മായി അവിടെ പുറത്ത് അടുപ്പത്തിട്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ചെറിയ അമ്മായി ഞങ്ങളുടെ ഇവിടെ അടുത്ത ഡോക്ടറുണ്ട്, അവരുടെ വീട്ടിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, രാത്രിയാണ് പോയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ രാവിലെയൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ കുടിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ അത് ഇടയ്ക്കൊന്നും എടുത്ത് ഞങ്ങൾ കുറേശ്ശെ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വെള്ളം ഇല്ല പറഞ്ഞല്ലോ, വെള്ളം കിണറ്റിൽ നിന്ന് ഇനി മോട്ടർ അടിച്ചിട്ട് വേണം. അപ്പോൾ പാത്രങ്ങളൊക്കെ രാവിലെ അലക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇട്ടതാട്ടോ. പുതിയ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ ഇനി അത് 2 ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടാണ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവരിക. വെള്ളം പിടിക്കണമെങ്കിൽ കുറച്ച് പാത്രങ്ങൾ വേണമല്ലോ നമുക്ക് കഴുകാനും മോറാനും, പിന്നെ ബാത്റൂമിലേക്കൊക്കെ വെള്ളം പിടിക്കണം. അപ്പോൾ വേഗം കൊണ്ടുവന്ന് വെച്ച് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ചീരക്കറി അടുപ്പത്ത് ഞാൻ പറഞ്ഞല്ലോ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് വേഗം തേങ്ങ കയ്യിൽ അരച്ച് ഒഴിച്ച് വേഗം ഒന്ന് തള പൊന്തി വന്നപ്പോൾ ഞാൻ വേഗം അത് ഓഫ് ചെയ്തു കേട്ടോ. കാരണം ഇനി അത് തിളച്ചതായിട്ടുണ്ടെങ്കിൽ തേങ്ങ പാറിക്കിടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടുള്ളൂ ഇനി വെള്ളം പിടിക്കുക. ചിലപ്പോൾ ഇനി കറണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വീടിനകത്ത് ഉപയോഗിക്കാനും ഉണ്ടാവില്ല. ചെറിയമായി കിടക്കുമായിരുന്നു കേട്ടോ, ക്ഷീണം കൊണ്ട്. ഈ വെയിലൊക്കെ അല്ലേ. അപ്പോൾ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടേക്ക് കേട്ടോ. പിന്നെ ഞാനും വലിയമ്മായും കൂടിയാണ് വെള്ളം പിടിക്കണത്.
ബാത്റൂമിലേക്ക് നിറയ്ക്കണം, കുളിക്കാൻ നിറയ്ക്കണം. അപ്പോൾ ഓരോ പാത്രത്തിൽ ബക്കറ്റിൽ ഇങ്ങനെ നിറച്ചു തരും. അപ്പം ഞാൻ കുറേശ്ശെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. അകത്തേക്കും വെള്ളം പിടിക്കണം. പിന്നെ അത് ഞങ്ങൾ രണ്ടുപേരൊക്കെ വെള്ളം പിടിക്കാൻ കണ്ടപ്പോൾ ചെറിയമ്മായി വന്നു കേട്ടോ. ചെറിയമ്മായി ഉള്ളിക്ക് വെള്ളം പിടിക്കാൻ വേണ്ടി വന്നു. ഒരു കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ഞാൻ തന്നെ കോരി ഒഴിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധോനി ബേബീനെ ഇങ്ങനെ മേലേരിക്കൊക്കെ വേണം. അപ്പം ഞാൻ അവളുടെ ആ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കണ ആ പാത്രത്തിലും കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തണേ. എന്നാലും നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ചേച്ചിമാർ ഞങ്ങൾ പോസിറ്റീവായിട്ട് കുറേ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഇത്രയും ഒരു ഇതിൽ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഓരോന്ന് സംസാരിക്കുമ്പോഴൊക്കെ അത് വലിയൊരു എനർജി കേട്ടോ. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഇതാ ചോറും കറിയും എല്ലാം റെഡിയായി. ഏട്ടൻ വന്ന് മുട്ടയും പൊരിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചോറൊക്കെ കൊണ്ടു കേട്ടോ. പിന്നെ ഏട്ടന് വരുമ്പോൾ പൊങ്കു കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതാണിത്. അപ്പോൾ അടുത്ത വീഡിയോ കടന്നിരിക്കും.